കോതമംഗലം KSRTC ഡിപ്പോയുടെ കോതമംഗലം വട്ടവട ട്രിപ്പിൻ്റെ 4ാം ഭാഗമാണ് ഈ വീഡിയോ. വട്ടവട ടൗണിൽ ഞങ്ങളിവിടെ ബസ് പാർക്ക് ചെയ്ത് 5 ഓട്ടോകളിലായി വട്ടവട കാണാൻ പുറപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് വട്ടവട. മൂന്നാറിന് സമീപം തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ പഴനി കുന്നുകൾ ഈ ഗ്രാമത്തിലൂടെ നീണ്ടുകിടക്കുന്നു. തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമം. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി മറയൂരിനടുത്തും മൂന്നാറിൻ്റെ വടക്ക് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന വട്ടവട ഒരു മഴനിഴൽ പ്രദേശമാണ്. വട്ടവട സമുദ്രനിരപ്പിൽ നിന്ന് 2695 മീറ്റർ ഉയരെ സ്ഥിതി ചെയ്യുന്നു. വട്ടവടയും പരിസര പ്രദേശങ്ങളും തമ്മിൽ 1450 മീറ്റർ ഉയര വ്യത്യാസമുണ്ട്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലായതിനാൽ കേരളത്തിൻ്റെ പച്ചക്കറി വിപണി എന്നറിയപ്പെടുന്നു. ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി, പേരയ്ക്ക, കറുക, പ്ലം, നെല്ലിക്ക, പീച്ച്, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വൈവിധ്യമാർന്ന വിളകൾക്ക് പ്രശസ്തമാണ് വട്ടവട. ജീപ്പ് വ്യൂ പോയിന്റിൽ നിർത്തി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വട്ടവട കാഴ്ചകൾ ആസ്വദിച്ചു. 4 ചുറ്റും മലനിരകൾക്ക് നടുവിൽ വട്ടവട ഗ്രാമം. പരിസര പ്രദേശങ്ങളിൽ നിന്ന് നല്ല ഉയരത്തിലാണ് എങ്കിലും ഈ കുന്നുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ താഴെയായി വട്ടവട ഗ്രാമം തട്ടുകളായി നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ ഭൂപ്രകൃതി, വശ്യസുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലം. താഴെ കാണുന്നത് വട്ടവട ഗ്രാമമാണ്. മനോഹരമായ ഭൂപ്രകൃതി, പർവ്വതനിരകൾ, കുന്നിൻ ചരിവുകൾ, മലമേടുകൾ, ആകെ ഒരു അനുഭവം തന്നെ. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട്. അറിയാതെ ഓർത്തുപോയി. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. കവിഭാവനയിൽ സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകിഴുന്നതത്രയും ഒത്തുചേർന്നലിഞ്ഞതോ. അറിയാതെ പാടിപ്പോകും. അത്ര മനോഹരമായ ഭൂപ്രകൃതി. ആധുനികവൽക്കരണം അധികം വേശാതെ വട്ടവട. പച്ചക്കറിത്തോട്ടങ്ങളും സ്ട്രോബെറി തോട്ടങ്ങളും തട്ടുതട്ടായി പണിതു തീർത്തിരിക്കുന്ന ഭൂപ്രദേശം. വട്ടവട ചുറ്റി നടന്ന് കാണാൻ ജീപ്പ് സഫാരി. ട്രക്കിംഗ് അനുഭവം തികച്ചും അഡ്വഞ്ചറസ്. കുറേ നേരം ഞങ്ങൾ വട്ടവടയുടെ ഭൂപ്രകൃതിയും സൗന്ദര്യവും ആസ്വദിക്കാൻ ചെലവഴിച്ചു. കണ്ടാലും മതി വരാത്ത അത്രത്തോളം മനോഹരമായ ഭൂപ്രകൃതി. ഗ്രാമീണ കാഴ്ചകൾ, ഓലമേഞ്ഞതും പുല്ലുമേഞ്ഞതുമായ വീടുകൾ, ഗ്രാമക്കാഴ്ചകൾ അസുലഭ മുഹൂർത്തങ്ങൾ തന്നെ.
അടുത്തതായി ഞങ്ങളൊരു സ്ട്രോബെറി തോട്ടം കാണാൻ പോയി. വളരെ മനോഹരമായ കാഴ്ച. സ്ട്രോബെറി പൂത്ത് വിളഞ്ഞ് പഴുത്തു തുടങ്ങിയ, വിളവെടുത്തു തുടങ്ങിയ വിശാലമായ ഒരു സ്ട്രോബെറി തോട്ടം. മൾച്ചിങ് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ട്രോബെറി നട്ട് അതിന് മുകളിലായി ഷെയ്ഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ ഫാം. ആധുനികത ഇവിടെ മാത്രമാണ് അധികം കാണാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. വട്ടവടയിലെ സ്ട്രോബെറി ഫാം ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കാലം. വളരെ മനോഹരമായിരിക്കുന്നു. നോക്കത്താ ദൂരം വരെ പരന്നു കിടക്കുന്ന വളരെ വലിയ ഒരു ആധുനിക സ്ട്രോബെറി ഫാം. രാവിലെ എത്തിയ സന്ദർശകർക്കൊക്കെ ഇവിടെ നിന്ന് സ്ട്രോബെറി വാങ്ങാൻ കഴിഞ്ഞു. ഞങ്ങൾ ഈവനിങ്ങിലാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ സ്ട്രോബെറി സ്റ്റോക്ക് തീർന്നുപോയി. ധാരാളം സന്ദർശകർ സ്ട്രോബെറി ഫാം ചുറ്റി നടന്ന് കാണുന്നുണ്ട്. കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വരുന്ന സഞ്ചാരികൾക്കൊക്കെ. വട്ടവടയുടെ സവിശേഷമായ സ്ട്രോബെറി ഫാം കാണേണ്ടത് തന്നെ. പ്രത്യേക രീതിയിൽ തട്ടുതട്ടായി തടങ്ങൾ തീർത്ത് വരി വരിയായി നട്ട് പരിപാലിച്ചു വരുന്ന സ്ട്രോബെറി ഫാം. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളത് അടുത്ത് കണ്ടപ്പോഴുള്ള അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. വട്ടവട എത്ര കണ്ടാലും മതി വരത്തില്ല. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വട്ടവടയ്ക്ക് പോകുന്നത്. ഇനിയും ചാൻസ് കിട്ടിയാൽ വട്ടവടയ്ക്ക് പോകണമെന്നുണ്ട്. അത്ര മനോഹരമായ ഭൂപ്രകൃതിയും ദൃശ്യങ്ങളും ആണ് വട്ടവടയ്ക്കുള്ളത്. വട്ടവട മാത്രമല്ല, നമ്മൾ വരുന്ന വഴിയും അതുപോലെ തന്നെയാണ്. ഇത് അടുത്തൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് ചായയും സ്നാക്സും കടികളും ഒക്കെ കിട്ടും. ഇവിടെ നിന്ന് വട്ടവടയെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാം. സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട്. വ്യൂ പോയിന്റിലേക്ക് പോയാൽ വട്ടവട ഗ്രാമം കുറച്ചുകൂടി നമുക്ക് അടുത്ത് കാണാം. ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് നടന്നെടുത്തു. പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന നിറമല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചും അവിടുത്തെ തണുപ്പിനും കോടമഞ്ഞിനും അനുസരിച്ചുമുള്ള വെറൈറ്റി കളേഴ്സാണ് ഇവിടുത്തെ ചെടികൾക്ക്. താഴെയായൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഒറ്റയടി പാതയാണ്. അപ്പോൾ എനിക്ക് നടന്നെത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പോയില്ല. മറ്റ് സഞ്ചാരികളൊക്കെ അവിടം വരെ പോയി മടങ്ങി വരുന്നുണ്ടായിരുന്നു. നല്ല മനോഹരമായ ഭൂപ്രകൃതി. ധാരാളം പേർ ഫോട്ടോയും വീഡിയോയും എടുത്ത് സന്തോഷത്തോടെ വട്ടവട ഗ്രാമം ആസ്വദിച്ച് ഞങ്ങൾ KSRTC യാത്രക്കാർ അവിടെ നിന്ന് വട്ടവടയോട് യാത്ര പറഞ്ഞു.
തിരിച്ച് വട്ടവട ടൗണിലെത്തി നമ്മുടെ ബസ്സിൽ തിരികെയുള്ള യാത്രയിലുടനീളം ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് ദിവസം ഹോളിഡേ ഉണ്ടായിരുന്നതുകൊണ്ട് യാത്ര മൂന്നാർ വരെ, വട്ടവട നിന്ന് മൂന്നാർ വരെയും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം വൈകിയും ആണെങ്കിലും ഇടയ്ക്ക് വന്യമൃഗങ്ങളെയൊക്കെ കാണാമെന്നുള്ള ആഗ്രഹത്തിൽ നോക്കിയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുൻപിൽ 1-2 കാട്ടുപോത്തുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇത്തവണത്തെ വട്ടവട ട്രിപ്പ് ഇവിടെ അവസാനിച്ചു.